എന്നിട്ട് ജനങ്ങളൊക്കെ പറയുന്നത് അവരറിഞ്ഞില്ലേ, ഞങ്ങൾ കേട്ടില്ല. നിങ്ങൾ അറിയണം, നിങ്ങളുടെ അയലത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഒരാൾ പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് ഇതൊന്നും ആർക്കും ഒന്നും അറിഞ്ഞൂടാ. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് ആർക്കും ആരുടെ കാര്യം ഒന്നും അറിഞ്ഞൂടാ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ. ഇതിനെ എന്താണെന്നറിയോ, ഇതിപ്പോൾ അവസാനം ഈ കുഞ്ഞ് ഈ രീതിയിൽ അത്രയും ക്രൂരമായിട്ട് ഉള്ള ഈ ട്രീറ്റ്മെൻറ്റിലാണ് മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞാൽ അതിന് എന്തോന്നു വയറുവേദനയായിരുന്നു, വേറെ അതോ അതായിരുന്നു അപസ്മാരം കൊണ്ടാണ് മരിച്ചതെന്നൊക്കെ ആക്കി. പക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ ഇതല്ലാതെ തെളിഞ്ഞു. കോടതി അത് നോക്കേണ്ടിയിരുന്നത് ഈ 7 വയസ്സ് മാത്രമേ ഈ കുഞ്ഞിന് പ്രായമുള്ളൂ. അതിന് വെളിയിൽ പോയി ജോലി ചെയ്ത് കഴിയാനുള്ള ആരോഗ്യമില്ല. ഇതിനെക്കൊണ്ട് കഠിനമായ ജോലിയാണ് ഈ 2 പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ റംല എന്ന് പറയുന്നവള് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടിലെ പണി മുഴുവൻ അവർ ചെയ്യണം. രാജ്ഞിയായിട്ട് ഇങ്ങനെ കയറിയിരിക്കും. അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ആ ദേഷ്യമുണ്ടല്ലോ. ബാക്കി ഞാൻ പറയുന്നില്ല. ഏതായാലും ഈ കുഞ്ഞുങ്ങൾ അതിദാരുണമായിട്ട് അവർ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലൊക്കെ ചൂടുവെള്ളമൊക്കെ എടുത്ത് ഇളച്ച വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗത്തൊക്കെ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത്രയും അത് പീഡിപ്പിക്കപ്പെട്ടു. ആ കുഞ്ഞ് മരിച്ചത് നന്നായി. കാരണം അല്ലെങ്കിൽ അതിന് കൂടുതൽ പീഡനങ്ങൾ കിട്ടിയാനേ. എന്നിട്ട് ഇത് കാണാൻ കോടതികൾക്ക് പോലും കണ്ണില്ലാതെ പോയി എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ 7 വയസ്സുകാരി ആഹാരം കിട്ടാതെ, ആഹാരമില്ല, അത് വയറ് ശൂന്യം, പട്ടിണി കിടന്ന് മരിച്ചു. അത് കൊലപാതകത്തിന് തെളിവില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും?